ഗൈസ് അങ്ങനെ നമ്മുടെ നമ്മൾ സ്ട്രീം തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പം അതെ, ഇപ്പോൾ എവിടെ എന്താ പറയുക, പുറത്താണെങ്കിൽ സീനാണ് ഗൈസ്. എൻ്റെ മോനെ, അതായത് പുറത്താണെങ്കിൽ വീരും മഴയാണ്. അപ്പോൾ ആ ശബ്ദത്തിൻ്റെയൊക്കെ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം ഗൈസ് 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 ഗൈസ്. ഓക്കെ. ഇപ്പം നമുക്ക് നമ്മുടെ ഷെയിൻ്റെ ഒരു ബൾട്ടി ബൾട്ടി ഷെയിൻ്റെ പുതിയ പടത്തിൻ്റെ പേരായിരുന്നു ബൾട്ടി. ബൾട്ടി ബാൾട്ടി ബൾട്ടി ബൾട്ടി അതന്നെ ബൾട്ടി. ആ ബൾട്ടി മൂവി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇറങ്ങിയിട്ടില്ലേ? ബൾട്ടി മൂവി റിലീസ് ഡേറ്റ് അവിടെ അത് തന്നെ. ഇന്നാണ് ബൾട്ടീൻ്റെ റിലീസ് വന്നേക്കുന്നത്. ഇന്നലെയാണെങ്കിൽ കരം ശ്രീനിവാസൻ്റെ സിനിമ തീർത്ത്. അപ്പോൾ രണ്ടും കൂടെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ ബൾട്ടിയിലൊരു സോങ് ഉണ്ട്, അത് നല്ല കിടിലൻ സോങ് ആണ്. അത് ബൾട്ടി മൂവി സോങ്. ബൾട്ടി മൂവി സോങ് ഇതതിൻ്റെ ഇതല്ലല്ലോ. ആ ഇതാണ്. ഒരു മാസം മുമ്പങ്ങാണ്ട് ഇട്ട സാധനമാണ്. ഞാനിത് ഇപ്പോഴാണ് ഇത് കാണുന്നത്. സോറി, നിങ്ങൾ ക്ഷമിക്കുക.
ഗൈസ് അപ്പം സിനിമ കണ്ടല്ലോ, സിനിമയല്ല അതിൻ്റെ പാട്ട് കണ്ടല്ലോ. യപ്പ്, ഐ ലൈക്ക് ഇറ്റ്. നല്ലൊരു സിനിമ തന്നെയായിരുന്നു. അപ്പം നല്ല സിനിമയുടെ പാട്ടായിരുന്നു അതിനകത്ത് കാസ്റ്റ് ആൻഡ് ക്രൂവിനെ കുറിച്ച് നോക്കട്ടെ. ഇതെന്തുവാ, ഇത് ഓർമ്മയൊന്നുമില്ലല്ലോ, ഇതെന്ത് സാധനം? ജാലാക്കാരി ഞാൻ ആക്ച്വലി ഈ പുള്ളീൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ, സന്തോഷ് ടി കുരുവിളേൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് ചെറിയൊരു വീഡിയോയാണ്, അതേ ഫുള്ളൊന്നും ഞാൻ കാണാൻ നിന്നിട്ടില്ല. ആ പുള്ളീൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഗൈസ് എന്ത് പറ്റിയത്. ഞാൻ പുള്ളീൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു സിനിമയിലെ ഈ ഒരു പാട്ട് ഞാൻ ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്ക് എന്താ പ്രശ്നം പറ്റിയെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് ഇത് തമിഴാണോ മലയാളമാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് അതിൻ്റെ സിംഗർ എന്ന് പറയുന്ന പുള്ളി സായി അഭയശങ്കറാണ് അതിൻ്റെ സിംഗറായിട്ട് വരുന്നത്. പുള്ളി ആക്ച്വലി തമിഴിലാണ് നല്ല സോങ്സ് ഒക്കെ ഇറക്കി വിടുന്നത്. അപ്പോൾ ഇത് മലയാളത്തിലേക്ക് വന്നപ്പം എന്താ പറയുക, എനിക്കതങ്ങനെ വേർഡ്സ് കുറച്ചും കൂടെ കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു തമിഴ് കണക്ഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നി. എന്നിട്ടാണ് പിന്നെ ഞാൻ രണ്ടാമതിരുന്ന് കണ്ടപ്പം എനിക്ക് കുറച്ചും കൂടെ സാധനം എല്ലാം പിടിക്കിട്ടുണ്ട്. ബട്ട് പുള്ളീൻ്റെ ഈ ഒരു സിനിമ, ഈ ഒരു പാട്ട് ഭയങ്കര ഹിറ്റായിട്ടുണ്ട് സത്യം പറയാലോ. ഈ ഒരു പാട്ട് ബാൾട്ടി മൂവിൻ്റെ കാസ്റ്റ് ഇതിനകത്താണ് നമ്മുടെ അൽഫോൺസ് പുത്രൻ ഉണ്ട് ഇതിനകത്ത്. ഷെയ്ൻ അറിയാലോ. പിന്നെ പ്രീതി അസ്രാനി പുള്ളിക്കാരത്തി ഏതൊക്കെ സിനിമയാണ്? കിസ്, പുള്ളിക്കാരത്തിൻ്റെ കിസ് എന്ന് പറയുന്ന സിനിമയുണ്ട്. 26 വയസ്സ്, ഇതാണോ? അത് തന്നെ കിസ്. ഇവൻ്റെ കെവിൻ്റെ കൂടെ ആയിട്ടുള്ള ഒരു സിനിമയും കൂടെ ഉണ്ട്, ഖാബിൻ. ഇതിൻ്റെ ഡയറക്ടറെ നോക്കണല്ലോ, ഡയറക്ടർ പുള്ളി. ഇതെനിക്ക് തോന്നുന്ന വല്ല ബിലിംഗൽ പടം വല്ല ആയിരിക്കാം. കാരണം മലയാളത്തിലും തമിഴിലും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനത്തെ വല്ല സിനിമ ആയിരിക്കാനാണോ എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട് എൻ്റെ അടുത്ത്. ഇതുണ്ട് ബാൾട്ടി മൂവി ഡയറക്ടർ. നമുക്ക് ഡയറക്ടർ ഉണ്ണി ശിവലിംഗം. മനസ്സിലായില്ല, അത് തന്നെ. ഇത് പുള്ളീൻ്റെ ഡിബറ്റൻ്റ് ഡയറക്ടർ പുള്ളീൻ്റെ ആദ്യത്തെ പടമാണ് ഗൈസ്. ബാൾട്ടി. ഇപ്പം ബെസ്റ്റ് വിഷസ് വെച്ചാണേ ഇന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്തായാലും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അവിടെ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പടം ബാൾട്ടി പടം. ഇനി നമുക്ക് നമ്മുടെ പണിയിലേക്ക് തുടങ്ങാം. ഇതെന്താണ്? മാർക്ക് സക്കർബർഗ് ആണോ? എ ഗ്ലാസ് റൺഡൗൺ. സുക്കരണ വാ സുക്കരണ. There were rumors that you were like personally going founder mode, calling researchers, emailing, all that stuff. What drove the decision for this? I mean, it was largely Llama 4 was not on the trajectory that I thought it needed to be on. Right? I mean, Llama 4 was in many ways a big improvement over Llama 3, but like we weren't trying to be a bit better than Llama 3, right? We were basically trying. We want to build. We're a frontier lab, right? That wants to be doing leading work, right? So I kind of felt like I've learned enough about how to set up a lab that that I wanted to kind of reformulate the work that we're doing with a few basic principles. So one is huge focus on talent density, right? So you don't need many hundreds of people. You need 50 to 100 people. It's a group science project. You can basically keep the whole thing in their head at once. Like seats on the boat are precious, right? It's like if someone isn't pulling their weight on that, then that's like it has this huge negative effect in the way that it doesn't for a lot of other parts of the company. So I think like just this absolute focus on like having the highest talent density in the industry. There were rumors that you were like personally going founder mode, calling. ഗൈസ്, ഇതിൻ്റെ ഏറ്റവും വലിയ സീൻ എന്താണെന്ന് വെച്ചാൽ ലാമ മോഡൽസ് ഉണ്ട്. ആ ലാമ മോഡൽസ് ഒന്നിനും കൊള്ളാത്ത ചവറ് സാധനമാണ്. ഉള്ള കാര്യം പറയാൻ, അതായത് ബാക്കി ഏത് സാധനം, അതായത് ഗ്രോക്ക് ആണെങ്കിലും ChatGPT ആണെങ്കിലും അതേപോലെ ക്ലൗഡി ഒക്കെ ആണെങ്കിലും പിന്നെ പെർപ്ലക്സിറ്റി ഒക്കെ ആണെങ്കിലും ഇതൊക്കെ വെച്ച് നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ലാമ മോഡൽസ് അസൽ ചവറ് സാധനമാണ്. അപ്പോൾ ആ ലാമ മോഡൽസിൻ്റെ അതിനകത്തുണ്ടായ ഡിഫാൾട്ട് പ്രശ്നങ്ങളാണ് ആക്ച്വലി പുള്ളി ഇപ്പോൾ ഒരു
സൂപ്പർ ഇൻ്റലിജൻസ് ലാബ് എന്ന് പറയുന്ന ഒരു പുതിയൊരു മോഡ് ഓഫ് തിങ്ക് ഇതിനകത്തേക്ക് വന്നേക്കുന്നത്. അതിനകത്താണ് ഈ സ്കെയിൽ എൻ്റെ പുള്ളി എല്ലാം കൂടെ അതിനകത്തുണ്ട്. അതേപോലെ തന്നെ ആക്ച്വലി ഓപ്പൺ ചെയ്യുന്ന ഒരു ചെങ്ങായി ഇതിനകത്ത് മെറ്റയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ആ ചെങ്ങായിൻ്റെ പേര് ഞാൻ മറന്നു. ആ ചെങ്ങായി ജോയിൻ ചെയ്ത് വിത്തിൻ ഏകദേശം ഒരു 3 to 4 മാസത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പുള്ളി ഇറങ്ങിപ്പോകുന്നു. അതായത് അത്യാവശ്യം നല്ല മില്യം കൊടുത്തിട്ടാണ് ChatGPT പുള്ളിനെ കൊണ്ടുവന്നത്. എന്നിട്ട് പിന്നെ മെറ്റേൻ്റെ ഇത് കാരണം മെറ്റേൻ്റെ അവിടുത്തെ ഒരു വർക്ക് കൾച്ചർ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് നേരെ തിരിച്ച് എവിടേക്ക് പോയി, നമ്മുടെ ChatGPT-യിലേക്കാണ് അണ്ണം പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സീനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൂപ്പർ ഇൻ്റലിജൻസ് ലാബിൽ ആക്ച്വലി ഏകദേശം ഒരു 50 പീപ്പിൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. കാരണം അതാണ് ഈ ഒരു വീഡിയോയിലും പുള്ളി പറഞ്ഞത്. അതായത് ആക്ച്വലി നമുക്കൊരു ലോട്ട് ഓഫ് പീപ്പിൾ അങ്ങനെ ആൾക്കാരൊന്നും വേണ്ട. നമുക്ക് ആകെ ഒരു 50 പേര് അല്ലെങ്കിൽ 100 പേര് അവർ ഈ മെയിൻലി ഈ ഒരു പരിപാടിയിലേക്ക് കുറച്ചും കൂടി ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നാൽ മതി. ആ ഒരു ഇൻ്റലിജൻസ് ലാബ് കൊണ്ടാണ് ഇനി ഇത് റെയ്ബാൻ ക്ലാസ്സുകളിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും അവർ AI സാധനങ്ങളെല്ലാം ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് സിമ്പിളായിട്ട് അണ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ആ ഒരു ലാമേൻ്റെ പൊട്ടിപ്പൊളിയിൽ അത് തന്നെ ലാമ മോഡലിൻ്റെ ആ ഒരു അത്രയും എക്യുപ്പൻസി അത്രയും ഒരു സക്സസ് റേറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആക്ച്വലി പുള്ളി ഇത്രയും ആൾക്കാരെ എല്ലാം ചുരുക്കി നല്ല കഴിവുള്ള ആൾക്കാരെ മാത്രം ചൂസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു സാധനം അണ്ണൻ പടച്ചു വിടാൻ വേണ്ടി ഇപ്പം നിൽക്കുന്നത്. How do all these glasses kind of tie into that personal super intelligence vision? Our theory is that glasses are the ideal form factor for personal super intelligence because it's the only real device that you can have that can see what you see, can hear what you hear, can talk to you throughout the day, and can generate a UI in your vision in real time. How do all these glasses kind of tie into that personal? ആക്ച്വലി അണ്ണം പറയുന്നതെല്ലാം വളരെ സത്യമാണ്. ബട്ട് നമുക്ക് ഈ AR ഈ ഒരു റീബാൻ ഗ്ലാസസ് കൊണ്ടുള്ള ഇതായിട്ടുള്ള എന്താ പറയുക പ്രശ്നങ്ങളുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതായത് നമ്മൾ പോകുന്ന എല്ലായിടത്തും ഈ റീബാൻ ഗ്ലാസ് വെച്ച് നമ്മൾ പോകുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ ഡാറ്റാസ് എല്ലാം ഈ ഒരു സിസ്റ്റത്തിന് എടുക്കാൻ പറ്റും. കാരണം നമ്മുടെ വോയിസും വീഡിയോസും എല്ലാം ഇതിന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും തന്നെ കണ്ടിട്ടില്ല. അതായത് ഗൂഗിളിൻ്റെ CEO തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡിഫാൾട്ടായിട്ടൊരു മൊബൈൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയം തൊട്ട് തന്നെ അതിനകത്ത് ഡിഫാൾട്ട് ഓപ്ഷനായിട്ട് ഗൂഗിൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ. അത് നമ്മൾ ഓഫ് ആക്കിയാൽ മാത്രമേ ആക്ച്വലി അത് നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത് നിർത്തുക പോലുള്ളൂ. കാരണം അത്രയും പ്രൈവസിക്ക് വില കൊടുക്കാത്ത രീതിയിലാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റീബാൻ ഗ്ലാസ് ആണെങ്കിൽ അതേപോലെ തന്നെ പ്രൈവസി ഇറ്റ്സ് നോട്ട്. അതെല്ലാം വലിയ വലിയ കമ്പനികൾ, അതായത് നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് അവന്മാർക്ക് വിൽക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അതായത് ഈ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ബില്യനേഴ്സ് ഒന്നും അധികം ഈ റീബാൻ ഗ്ലാസ് ഒന്നും വെച്ച് നടക്കാൻ ചാൻസ് വളരെയധികം കുറവാണ്. കാരണം അവരൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ കാര്യം. അതായത് ഈ ഫേസ്ബുക്ക് ഉണ്ടാക്കിയ അണ്ണനൊക്കെ ആണെങ്കിലും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് വളരെയധികം കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളാണ് ആസ് എ പ്രൊഡക്റ്റ് ആ ഒരു സാധനം നല്ല രീതിയിൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ ഇപ്പം ഞാൻ ഇൻസ്റ്റയിൽ ഇരുന്ന് വീഡിയോ ഇരുന്ന് കാണുന്നത്. അതാണ് ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. അണ്ണൻ്റെ ഒക്കെ ഐഡിയ. Your favorite kind of use cases that you've been using them for? I mean, the thing that I really had in mind when we were designing them for is just sending messages. You know, we all are sending dozens of messages a day. I mean, I don't really need to guess. We run a lot of the messaging apps that people use, and so I think we know that people send dozens of messages a day. And we wanted to make it so that the experience is just really great. So now, with the glasses, a friend texts you, shows up in the corner of your eye for a few seconds. It's off center, so it doesn't block your view. It goes away quickly. It's not distracting. But if you want, you can just respond as easy as, you know, moving your finger like this, and you know, I can write. I mean, I'm up to like 30 words a minute typing with the neural text. So I think this is great. Your favorite kind of use cases? അതിനകത്ത് ഏറ്റവും എന്താ പറയുക ഈസി ആയിട്ടുള്ളത് വിത്ത് ഈ ഹാൻഡ്സിൽ ആ സാധനം ഉണ്ടാവും. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വിത്ത് അതുവഴിയായിട്ട് നമുക്ക് ആക്ച്വലി റൈറ്റ് ചെയ്യാൻ പറ്റും ഈ സാധനങ്ങളൊക്കെ, ഓരോരോ മെസ്സേജുകൾ. പിന്നെ ഈ ആ ഒരു ടെക് ഇവൻറ്റ് മറ്റേൻ്റെ ആ ഒരു ടെക് ഇവൻറ്റ് ശ്രദ്ധിച്ചെടുത്താൽ നമുക്കറിയാം അതിനകത്ത് ആ സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഇവന്മാർ വീഡിയോകൾ വിളിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ ഇവന്മാർ വീഡിയോകൾ വിളിക്കുന്നുണ്ട്. ആ സാധനമൊക്കെ അൾട്ടിമേറ്റ് പരാജയമാണ്. അത് അത്ര ആൾക്കാരുണ്ടായിരുന്നു. Do you think like the neural band is almost like a new interface to interact with AI? Yeah. I mean, I think it's AI and it's the glasses. I mean, there's some parts of the glasses that are like, okay, you just have a menu of your apps, and you basically can just like
swipe through it very subtly with your hand. It's like, okay, now I've selected. Okay, now I've picked up that. This is basically what the interaction looks like. Is like, effectively, it's like, okay, swipe a couple times. I brought up the camera. Oh, now I have a viewfinder, so I can see exactly what the image is. I want to zoom in. I just turn my finger a little bit. Actually, that's one of the coolest. Is when you're playing music. The way that you change the volume is you just pretend that there's a volume dial, and you just turn your wrist. And it's like, it just feels like magic. It's like really fun. The way you can bring up Meta AI anywhere, you just tap twice. It's like, but I mean, tiny, right? It's like, it could be your side, like no one would even notice. So yeah, no, I think this is just going to be by far the most intuitive way. Do you think like the neural band is almost like a new Are there any like specific, I guess, traits or skills you're trying to teach your kids? So, for example, Demis Hassabis, he said, learning how to learn is a really important trait. Is there anything you're thinking of teaching? So a lot of people say some variant, like, oh yeah, you want to learn how to learn, but okay, but how do you do that, right? And I guess my theory on how you do that is basically a very depth-first approach. So rather than just like trying to have some conceptual framework, you complete a project, right? So like you will learn a lot by building a robot. Like whether you actually care about robotics after that is completely incidental to like you took a problem, we decomposed it into all these things. We needed to figure out like the design for the 3D printing, and you needed to get the printers to work, and then we needed to like get the Raspberry Pi to work. And it's like, okay, we're like learning a lot about wheels right now, right? It's like, okay, we're gonna do treads, are we gonna do wheels? Like, how many wheels? Like, how do you want the, So, and that stuff, I think, you basically, it's like you're learning how to decompose problems, how to debug things, and then that's like you just learn by doing. Are there any like specific, I guess? Okay, so when we do achieve super intelligence, these AI glasses are gonna see everything we see, hear everything we hear, and now even some of our muscle impulses. What human traits should we fight to preserve, and what should we just let go? Like, to me, creativity is very important, and like having a sense of here's like what you want to make in the world. Like having an idea of how you, it's some of the things that we just talked about, like how do you decompose that? What are the steps to do that? What are the tools that are going to be most helpful in doing that? I think is part of the job of a creator or a builder is to like be a kind of master of the tools that are available to them, right? If you're not, then you're not going to kind of be at the edge of your work. It's a competitive world. I think the human piece at the end is going to be, well, what do we want to do to each make the world better? And I think some of that will be around like a personal kind of creative manifestation of what you want to build. I do think some of it, and I think in our industry we probably underplay this a bit, is just like caring about other people and taking care of people and spreading kindness, and like, so I think that stuff is really important too, and I think AI will help with that as well. Okay, so when we do achieve, how hands-on are you still with the lab? Well, the lab, I moved everyone around me who sat with me, and now the lab is there. So, I'm pretty hands-on. It's like, I'm not an AI researcher, right? So it's not like I'm like in there, like telling them what research ideas to do. The things that I can do as CEO of the company are I can make sure that we have the very best people and talent density. I can make sure that we have by far the highest compute per researcher, and that we do whatever it takes to go build out all that capacity. You probably saw the announcement that we had. We're building this Prometheus cluster, which is, I think it's going to be the first kind of gigawatt plus single cluster that's like a contiguous cluster for training coming online next year. And we're building several more clusters like that are just going to be multiple gigawatts. So yeah, and that obviously takes some conviction. We're talking about many hundreds of billions of dollars of capital. So you both need to have like a good business model that can support it, and you need to believe in it. So that's one thing. And then like there's all these other parts of running a company where like big companies have positives and negatives, and it's sort of my job to make sure that we channel all the positives
that we can towards this effort, and that can clear as many of the kind of things that would otherwise be annoying about running a company out of the way. So, when we build something awesome, we'll get an RF. How hands-on are you still with the? യപ്പ് ഗൈസ്, നിങ്ങൾ ഈ വർഷത്തെ ഒരു മെറ്റേൻ്റെ ഇവൻറ്റ് നിങ്ങൾ ഓർക്കണം. അതായത് ആപ്പിളിൻ്റെ ഇവൻറ്റിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കട്ട വെയിറ്റിംഗ് ആയിരുന്നു സത്യം പറയുന്നത്. ബട്ട് മെറ്റേൻ്റെ ഇവൻറ്റിന് അങ്ങനെ ആൾക്കാരല്ല. ഞാൻ മെറ്റേൻ്റെ ഒരു ഇവൻറ്റ് കഴിഞ്ഞ്, ടെക് ഇവൻറ്റ് കഴിഞ്ഞ്, അതായത് ഈ ഒരു റൈബാൻ ക്ലാസിൻ്റെ ഇവൻറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനത്തെ, അതല്ല പിറ്റേ ദിവസമല്ല, അതിൻ്റെ വൈകുന്നേരമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് ആക്ച്വലി നടന്നത് മെറ്റേൻ്റെ. എന്നിട്ട് അത് കുത്തിയെന്ന് കണ്ടിട്ടാണ് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലായത്, അന്നത്തെ ആ ഒരു സ്ട്രീമൊക്കെ വഴിയായിട്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതിൻ്റെ ടെക് ഇവൻറ്റ് ഉണ്ടായിരുന്നു. അത് എസ്പെഷ്യലി ഡെവലപ്പേഴ്സിൻ്റെ കാണാമായിരുന്നു. അത് ഏകദേശം 6 മണിക്കൂർ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭ്രാന്ത് വെച്ച്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം, അതായത് ഈ ഒരു മെറ്റേൻ്റെ ഇവൻറ്റ് അത്യാവശ്യം നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ പണ്ടത്തെ ഈ ആപ്പിളിൻ്റെ ഇവൻറ്റിന് ഭയങ്കര സീക്രസി ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെയാണ് ഇപ്രാവശ്യം മെറ്റേൻ്റെ ഇവൻറ്റ് എന്ന് പറയുന്നത്. കാരണം ആരും പ്രതീക്ഷിച്ചില്ല, 4 തരത്തിലുള്ള റീബാൻ ക്ലാസ്സസ് ആണ് അവർ ഇറക്കി വിട്ടേക്കുന്നത്. അത് $399 തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ അത്ലറ്റ്സിന് വേണ്ടി വേറെ സ്പെസിഫിക് ആയിട്ടുള്ള നല്ലൊരു കിട്ടുന്ന സാധനം കൂടെ അവർ ഇറക്കി വിടുന്നത്. അത് കിട്ടില്ല. അതിൻ്റെ ആ ഒരു ഇത് എന്താ പറയുക, ഗ്ലാസും അതേപോലെ തന്നെ ഈ ഫ്രെയിമൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. നല്ല അടിപൊളി സാധനം. ഇത് ആരെങ്കിലും പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ വർഷം അവന്മാർ ഇറക്കിയായിരുന്നു, ബട്ട് അത്രയും ഒരു പ്രചാരം എത്തിയിട്ടില്ല. പിന്നെ ആൾക്കാരിലേക്ക് സാധനം എത്രയും കുറച്ച് സമയം എടുക്കില്ല എന്തായാലും, അതിൻ്റെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. ബട്ട് ഇപ്പോഴാണെങ്കിൽ ഈ ഒരു 4 സാധനം ഇറക്കി. അതേപോലെ തന്നെ ഇത് ഭയങ്കര ഇതായിട്ടുണ്ട്, കിടിലൻ സാധനമായിട്ടുണ്ട്, കിടിലൻ സാധനമായിട്ട് വരുന്നുണ്ട്. അതേപോലെ അവർ ഓരോ ഇൻ്റഗ്രേഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇനി ഇതിനകത്തും അവരുടെ ഈ ഇതുണ്ടല്ലോ, എന്താ മെറ്റേൻ്റെ ഒക്കെ ഇനി അവന്മാർ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകും. ഇതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കുറേ കൂടെ സിമ്പിളാക്കി മാറ്റും. എങ്ങനെയാണെങ്കിലും അതാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത്. ഇതേപോലെ ഈ ഒരു കൈ ധരിച്ചേക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് ആ ചങ്ങായി പറയുന്നുണ്ടായിരുന്നു. Okay, so when we do achieve are there any like specific, I guess, I think like the neural band is almost like your favorite kind of use case? അത് തന്നെ, ഈ ന്യൂറൽ ബാൻഡ് ഈ സാധനമൊക്കെ സത്യം പറയാമല്ലോ അതൊരിക്കലും പ്രതീക്ഷിച്ചല്ല. കാരണം ഈ സാധനം ഇതിനകത്ത് ഇട്ടാണെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്കിങ്ങനെ ഇത് കാണാൻ പറ്റും, വോളിയംസിൻ്റെ ഒക്കെ സ്വിച്ച് കാണാം. അതിങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് തിരിച്ചെടുത്താൽ മതി. അതായത് ഇങ്ങനെ ഒരു എയറിൽ ഇങ്ങനെ അത് തിരിക്കുന്നവരിൽ ഞാൻ ആ പരിപാടി, അതൊക്കെ ഭയങ്കര നൈസ് പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും എന്താണ് OpenAI will now measure its model quality by comparing it to human work across 44 ജോബ്സിൽ. ഇതൊക്കെ എങ്ങനെ GDP വാൾ എന്ന് പറയുന്ന സാധനം കൂടെ ഒന്ന് ഇറക്കിയിട്ടുണ്ട്. ബെഞ്ചിമാർക്ക് ദാറ്റ് മെഷേഴ്സ് വെദർ AI model can match professional work quality across 44 occupations. 44 ഒക്യുപ്പേഷൻസിൽ AI മോഡൽസിനെ മെഷർ ചെയ്യാനായിട്ട്, അവരുടെ വർക്ക് ക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണിത്. ടെസ്റ്റിംഗ് ടോപ്പ് മോഡൽസ് GPT-5, Cloudy, Opus 4.1, Gemini 2.9 for against industry experts. ഇതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഈസറാ? GDP വാൽ evaluated 1,032 tasks created by professionals ranging 40 years of experience, 9 accounts. അതായത് ഈ ഒരു ഓരോ സെക്ടറുകളിലെ ആൾക്കാരെല്ലാം ക്രിയേറ്റ് ചെയ്ത ഓരോ കാര്യങ്ങളെ ഇവർ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി എന്ന് പറയുന്നത്. ഏകദേശം നല്ല എക്സ്പീരിയൻസ് ഉള്ള 14 വർഷത്തോളം വരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അതായത് 9 എക്കണോമിക് സെക്ടർ, എസ്പെഷ്യലി ഹെൽത്ത് സെക്ടർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഫിനാൻസ് സെക്ടർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇവരുടെ ജോലികളെല്ലാം ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് വഴി ഹയസ്റ്റ് ഫോർ വിത്ത് ഗ്രേറ്റ് ആൻഡ് എക്സലന്റ് ഇതിനകത്ത് ഏറ്റവും കിടിലനായിട്ട് പെർഫോം ചെയ്തത് ആക്ച്വലി ഓപ്പസ് ആണ്, ക്ലൗഡിൻ്റെ ഓപ്പസ്. ഓക്കെ, 47% ഇതിനകത്ത് അവരുടെ വിൻ റേറ്റ് എന്ന് പറയുന്നത് ഗൈസ്. അതേപോലെ തന്നെ GPT-5 അത്രയും എത്തിയില്ല, അവർക്ക് ആകെ ടെക്നിക്കൽ അക്യൂറസിയാണ് കൂടുതലായിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. ഫോൺ ദാറ്റ് പെർഫോമൻസ് ട്രിപ്പിൾഡ് ഫ്രം GPT-4 to GPT-5 ഓഫ് 50 minutes. അതായത് GPT-4 തൊട്ട് GPT-5 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം അതിൻ്റെ 15 മാസം കൊണ്ട് തന്നെ ആ ഒരു GPTൻ്റെ പെർഫോമൻസ് ഏകദേശം 3 ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അത്ര ആൾക്കാർ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം.
UK government's new AI system helped recover lost fraud. അപ്പം ഫ്രോഡ് ചെയ്യുന്നവരെല്ലാം UK പോയിട്ട് കുറേ മലയാളികളെയൊക്കെ ഊമ്പിക്കുന്നവന്മാരെല്ലാം നോക്കുക, നിങ്ങളെ ഊമ്പിക്കാൻ വേണ്ടി ഇപ്പം AI സിസ്റ്റംസ് എല്ലാം കൂടെ നമ്മുടെ UK ഗവൺമെൻറ്റും ഉണ്ടാക്കി വളർത്തി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ പോയി ഊമ്പാൻ നിൽക്കുന്നവരും ഊമ്പിക്കാൻ നിൽക്കുന്നവരൊക്കെ നോക്കുക, എസ്പെഷ്യലി ഊമ്പിക്കാൻ നിൽക്കുന്നവർ. Elon must use OpenAI again over alleged trade secrets and unfair competition. അതെന്നാ പറ്റിയേ? The lawsuit from OpenAI to former XAI employees, including engineer Suchani, finance Jimmy Freight and others, to access which is source code, business plans and data center strategies. മസ്കും സാമോൾട്ടോനും നമ്മൾ ഇങ്ങനെ ഇടി 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 കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിയാണിത്. അതായത് ഇതിനകത്ത് എക്സൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു എഞ്ചിനീയർ, അതേപോലെ തന്നെ ഫിനാൻസ് എക്സിക്യൂട്ടീവും നേരെ ഇവിടുന്ന് മാറിയിട്ട് നേരെ ഇങ്ങോട്ട് പോയി ഓപ്പണിലേക്ക് പോയി. അതേപോലെ തന്നെ ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്ത ചെങ്ങായി. ആ ചെങ്ങായി ഇതിൻ്റെ ഈ കോഡ് ബേസ് ഉണ്ട്, ഈ എക്സൈൻ്റെ കോഡ് ബേസ് എല്ലാം കൂടി എടുത്ത് ഊമ്പിച്ചു. എന്നിട്ട് അതിനകത്ത് ചെങ്ങായിക്ക് എത്ര നല്ല സ്റ്റോക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ എക്സൈയിൽ. ആ ഒരു സ്റ്റോക്സും കൂടെ പുള്ളി എടുത്തുകൊണ്ട് പോയിട്ട് ആ സ്റ്റോക്സ് പുള്ളി ഇതാക്കി കളഞ്ഞിട്ട് പുള്ളിയാണെങ്കിൽ നേരെ പുള്ളി ആ സ്റ്റോക്സും വിട്ട് അതേപോലെ എക്സൈയും വിട്ടിട്ട് നേരെ ഓപ്പണായി പോയിട്ട് ചേർന്നു. അങ്ങനത്തെ കുറേ മനുഷ്യർ സമ്മതിച്ചു തോന്നുന്നു. Started XAI has sued rival OpenAI in California federal court for allegedly stealing its trade secrets to gain fair advantage in the race to develop AI technology. അവന്മാര് തമ്മിൽ നല്ല മുഴുത്ത അടിയാ, ഓരോരോ അപരാധങ്ങൾ. ചൈന എൻ്റെ അമ്മോ, ചൈനയുടെ ഫുള്ള് റോബോട്ട്. ഗൈസ്, ഞാൻ ആക്ച്വലി ഈ റോബോട്ടുകൾ വർക്ക് ചെയ്യുന്നത് കുറച്ചും കൂടെ ഞാൻ ആക്ച്വലി കണ്ടത് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ചങ്ങായി ടാറ്റേൻ്റെ, എനിക്ക് തോന്നുന്നത് ഗുജറാത്തിൽ എവിടെയെങ്ങാണ്ട് അഹമ്മദാബാദ് ആണോ, അവിടെ ഒരു ടാറ്റയ്ക്ക് ഒരു ഇതുണ്ട് ആക്ച്വലി, കൃത്യമായിട്ട് സ്ഥലം എനിക്ക് പറഞ്ഞില്ല. അവിടെ പോയിട്ട് പുള്ളി ആ ടാറ്റേൻ്റെ എല്ലാം ഈ ഒരു മാനുഫാക്ചറിങ്, ഒരു കാർ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ എടുത്തു. ആ ഒരു വീഡിയോയിലാണ് ആക്ച്വലി ഞാൻ അറിയുന്നത് ഇത്രയും വല്ല സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ റോബോട്ട്സുകളാണ് ഈ ഒരു കാറിൻ്റെ എല്ലാ സാധനവും ഇതാക്കുന്നത്. അതേപോലെ തന്നെ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ അത് കുറച്ചും കൂടെ വളരെ കുറവാണ്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ആ ഒരു ഹ്യൂമൻ ലേബറിൻ്റെ കാര്യം എന്ന് പറയുന്നത് വളരെയധികം ഡിഗ്രീസ് ചെയ്യാനൊക്കെ ഈ ഒരു റോബോട്ടുകളെ കൊണ്ട് വളരെയധികം സാധിച്ച് Meta releases Vibes. Oh gosh. I mean, I think it's probably going to be A TikTok style feed, but only for AI generated videos. something like, I don't know, at least $600 billion. Oh gosh. Meta releases Vibes. ഓ, നല്ല പൂച്ചക്കുട്ടി. മൈദ ഇത് ഗോതമ്പ് വരച്ച Introducing Pulse, a new feature that researches for you and delivers daily personalized updates. So, എന്താ ChatGPT Pulse.
ഈ പുതിയ സാധനമൊക്കെ പുള്ളി ChatGPT ഇറക്കി വിടുന്നുണ്ട്, പക്ഷെ ഇതാരും അറിയുന്നില്ല. അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിന്റെ യൂസേഴ്സിന് മാത്രം ഈ സാധനം ആക്സസിബിൾ ആവുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോലുള്ള ഫ്രീ യൂസേഴ്സൊക്കെ എന്നാ ചെയ്യാനാ? just pass the hardest chartered financial analyst exam in minutes. ഓ, എൻ്റെ മോനെ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ CFA. റിസർച്ച് ഫ്രം has found that OpenAI ഗൂഗിളിൻ്റെ analytics can now pass all 3 levels of CFA exam, including difficult level 3 essay questions that into years ago. എൻ്റെ അമ്മ, അതായത് ഒരു എക്സാമിന് വേണ്ടി ഏകദേശം ഹ്യൂമൻസ് സ്പെൻഡ് ചെയ്യുന്നത് 1000 hours ആണ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഒരു 1000 hours ആണ് വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് ഈ ഓരോ സിസ്റ്റംസ് എല്ലാം പഠിച്ച് അവന്മാർ എനിക്ക് ജയിച്ചിരുന്നത്. ഓപ്പണേൻ്റെ O4 മിനി ഏകദേശം 79% സ്കോർ ചെയ്ത്. അതേപോലെ ജെമിനി 2.5 പ്രോ, പിന്നെ ക്ലൗഡി ഏകദേശം അത് ജെമിനി ആണെങ്കിൽ 75.9, ക്ലൗഡി ഓപ്പസ് ആണെങ്കിൽ 74.9. സീനുണ്ട് കൈസേ, സീന്. ഓ സീന്, ഓ സീന് 90%, but trust in their output remains low. അതൊരു സത്യമാണ്. അതായത് എല്ലാ ഡെവലപ്പേഴ്സും AI യൂസ് ചെയ്യും. ഇതേപോലെ ലവബിൾ പോലത്തെ നല്ല ക്രിയേറ്റീവ് സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കിട്ടാൻ ചാൻസ് വളരെയധികം കുറവാണ് ഇപ്പോഴത്തെ കമ്പാരിറ്റീവ്ലി. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമൊക്കെ ഇറങ്ങുമായിരിക്കും, ബട്ട് അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതൊന്നും കിട്ടാൻ വളരെയധികം കുറവാണ്. ഓക്കെ, Google Cloud just published its latest annual DORA report on state of AI-assisted software development, finding adoption of the tech has surged to 90 among developers, but confidence in AI output. Writing new code 71%, modifying system 64, writing documentation 64, legacy 55, code review 56, creating specifications 56, ടെസ്റ്റ് കേസസ് 62, എക്സ്പ്ലെയിനിങ് കൺസെപ്റ്റ്സ് 62, അനലൈസിങ് ഡാറ്റ, ഡീബഗിങ് എല്ലാം വളരെയധികം കുറവാണ്. അതേപോലെ തന്നെ ഗൂഗിൾ സെർവ്ഡ് നിയർലി ടെക് പ്രൊഫഷണൽ ഷോയിങ് ദ ഡെവലപ്പേഴ്സ് നൗ ഡെഡിക്കേറ്റ് അറൗണ്ട് 2 hours each day to work with AI system. അതായത് ഡെവലപ്പേഴ്സ് AI അസിസ്റ്റൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഏകദേശം 2 hour എടുക്കുന്നത്. അതായത് ഡീബഗ് ചെയ്യാൻ, കോഡ് ജനറേറ്റ് ചെയ്യാൻ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ. 90% ആൾക്കാരും AI യൂസ് ചെയ്യുന്നുണ്ട് വർക്കിന് വേണ്ടിയിട്ട്. 80% ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി ആക്ച്വലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 65% ആൾക്കാർ കുറെ കൂടെ റിലൈ ചെയ്യുന്നുണ്ട് AI സിസ്റ്റങ്ങളിലൊക്കെ ഫോർ ക്വാളിറ്റി. അതെ, AI അവരുടെ കോഡിന്റെ ക്വാളിറ്റി വളരെ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതാണ്. Despite heavy reliance on tools such as the AI output, either അതായത് ആക്ച്വലി ഇവർ AI സാധനമൊക്കെ എടുക്കും, പക്ഷെ അത് അവരുടെ ആ ഒരു സെർട്ടൈൻ ആയിട്ടുള്ള നല്ല ഒരു ഔട്ട്പുട്ടായിട്ട് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി നല്ലതാണ്, വിറ്റിയൊക്കെ ഇൻക്രീസ് ആവുന്നുണ്ട്, ബട്ട് അത് അവർക്ക് ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിനകത്തേക്ക് അവർ എത്തിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഔട്ട്പുട്ട് ഒരിക്കലും കിട്ടുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Google has introduced the Dora AI capabilities model, outlining 7 fixes designed to help companies maximize AI. അപ്പം ഗൂഗിളിൻ്റെ ഒക്കെ ഡൊറ AI എന്ന് പറയുന്ന ഒരു സാധനം കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു AI അഡാപ്ഷന് വേണ്ടിയിട്ട് ഡെവലപ്പേഴ്സിനെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റാണ്. യപ്പ് 5 new data center sites for the എൻ്റെ അമ്മ ഡാറ്റാ സെൻറ്റേഴ്സോ, അതും 500 ബില്യൻ്റെ ഡാറ്റാ സെൻറ്റേഴ്സ്. ഒറാക്കിളും ഉണ്ട്, ഓപ്പൺ AI ഉണ്ട്, സോഫ്റ്റ് ബാങ്ക് ഉണ്ട്. ഈ അടുത്താണ് ഒരു ന്യൂസ് വന്നേക്കുന്നത്, ഒറാക്കിളും ഓപ്പൺ AI തമ്മിൽ ഒരു ഇതുണ്ടായിരുന്നു, 300 ബില്യൻ്റെ അങ്ങോട്ട് ഒരു ഇത് സൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാവും, അതേപോലെ എല്ലാ സാധനവും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈ അടുത്ത ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഇവന്മാരുണ്ടല്ലോ
ആരായിരുന്നു നമ്മുടെ എൻവിഡിയ ഒരു അതിനകത്ത് ആക്ച്വലി സൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഇതായിട്ട് ഓപ്പൺ ഐൻ്റെ കൂടെ. അതിനകത്ത് ഏകദേശം ഒരു 100 ബില്യൺ ഈ ചിപ്സെറ്റ് ഇങ്ങനെ കൊടുത്തുണ്ടാക്കുക. അത് ഇതൊരു സർക്കിളാണ്. അതായത് എൻവിഡിയ നേരെ ഓപ്പൺ ഐക്ക് ചിപ്സെറ്റ് കൊടുക്കും. ഓപ്പൺ ഐൻ്റെ ടെക്നോളജീസ് എൻവിഡിയക്കും അവന്മാർ ഷെയർ ചെയ്യും. അതേപോലെ തന്നെ ഇത് ഓപ്പൺ ഐക്ക് എൻവിഡിയൻ്റെ ഡാറ്റാ സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ ഒറാക്കിളിൻ്റെ ഡാറ്റാ സെൻറ്റേഴ്സിലോ അവന്മാരുടെ സാധനം അവന്മാരുടെ പ്രോഗ്രാംസ് ഫുള്ളും റൺ ചെയ്യാനും ആക്ച്വലി ആയിട്ട് സാധിക്കും. ഈ ഒറാക്കിളിൻ്റെ അടുത്ത് നിന്നൊക്കെ റെൻ്റലായിട്ട് എടുത്ത ഡാറ്റാ സെൻറ്റേഴ്സും അതേപോലെ തന്നെ സ്പേസസ് ഒക്കെയാണ് വേറെ കമ്പനികൾക്ക് നമ്മുടെ എൻവിഡിയ എങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഓരോ സിസ്റ്റംസ് ഒക്കെ റൺ ചെയ്യാനായിട്ട് ആക്ച്വലി. എൻ്റെ അമ്മോ, മൈക്രോസോഫ്റ്റ് ഇതിനകത്തേക്ക് കോപ്പൈലറ്റിലേക്ക് ക്ലൗഡിന് സാധനം ഇൻ്റഗ്രേറ്റ് ചെയ്തു. സീന് ഇവിടെ കോപ്പൈലറ്റ് വിത്ത് ക്ലൗഡി മോഡൽ കസ്റ്റമേഴ്സ് ക്യാൻ നൗ യൂസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലൗഡി പാറ്റേൺ റിസർച്ച് ആൻഡ് കോപ്പൈലറ്റ്. So it's all about bringing the best AI from എൻ്റെ മോനെ ക്ലൗഡിയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കിടിലനാവും കോപ്പറേറ്റ് ഓരോ കോഡ് ജനറേറ്റ് ചെയ്യാൻ. ഈ ക്ലൗഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫിഗ്മ ഡിസൈൻസ് ഉണ്ട്. ആ ഡിസൈൻസിന് വരെ നമുക്ക് ഈ ക്ലൗഡി വഴിയായിട്ട് നമുക്ക് നല്ലൊരു കോഡായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഔട്ട്പുട്ട് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. അത്ര നല്ലൊരു ഡെവലപ്പർ ഇതാക്കുന്ന പോലെ അതൊന്നും പ്രതീക്ഷിക്കരുത്. ബട്ട് നല്ലൊരു സാധനം കിട്ടും അത്യാവശ്യം. കാരണം ഈ കഷ്ടപ്പെട്ട് ഈ കോഡ് വെറുതെ എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സാധനം അതുവഴിയായിട്ട് കിട്ടും. അതാണ് ആ ഒരു സാധനം. അതായത് ക്ലൗഡിൽ വിത്ത് ഫിഗ്മ ഡിസൈൻ ഉണ്ടെങ്കിൽ ക്ലൗഡിൻ്റെ വക അത്, അതേപോലെ തന്നെ കോപ്പൈലറ്റിൻ്റെ വക വേറെ, എല്ലാം കൂടി ഇങ്ങനെ കോമ്പൈൻ ആയിട്ട് ഇപ്പം ഡെവലപ്പേഴ്സിന് എന്താ പറയുക ഭയങ്കര സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരിക്കും. ക്ലൗഡി എൻ്റെ മോനെ 3 ബില്യൺ 300 കോടി ആൾക്കാര് മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് ആയിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കി, അത്ര ആൾക്കാർ. സുക്കറണ്ണൻ്റെ ഒക്കെ ഓരോരോ പ്ലാനേ. അലിബാബ അവരൊക്കെ ഈ AI ചിപ്സ് ഒക്കെ എടുത്തോണ്ടിരുന്ന എൻവിഡിയൻ്റെ വകയായിരുന്നു. എന്നിട്ട് ഇപ്പൊ അവന്മാർ നിർത്തി. അവന്മാർ സ്വന്തമായിട്ട് AI ചിപ്സും സെറ്റുകളൊക്കെ ഇപ്പം അവന്മാർ ആക്ച്വലി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അലിബാബ എന്ന് പറയുന്നത്. അപ്പൊ അലിബാബയെ പിന്നെ ബൈഡു ആണ് ആക്ച്വലി ചൈനയിൽ അവരുടെ ആ ഒരു AI സിസ്റ്റത്തെ പരിപാടിനൊക്കെ നിയന്ത്രിക്കുന്ന നല്ല ആൾക്കാരുകൾ. ഓപ്പൺ കണ്ടീഷൻ us to expect a slower release schedule, but Chinese chains like Alibaba are taking the opposite. The rapid fire pace floods the market with years and years better options. Chinese brand has been there since Queen. Q എന്ന് പറയുന്നൊരു മോഡൽ. Full of processing, test image, audio and video while supporting speech understanding and generating 10 languages. Alibaba also released live translation flash for real-time interpretation. Where technology for safety created all the variations. ഗൈസ് ആക്ച്വലി ഞാൻ ഈ അലിബാബയുടെ ഈ ഒരു ക്യൂൻ മോഡലിനെ കുറിച്ച് തന്നെ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ കേൾക്കുന്നത് തന്നെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് റിസർച്ച് ചെയ്യാനുണ്ട്. ആക്ച്വലി ഇവരിപ്പോൾ ഒരു പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് മാത്ത് റീസണിങ്ങിനൊക്കെ വളരെയധികം നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ കോഡിങ്ങിനൊക്കെ ഇത് ഭയങ്കര കിട്ടുന്ന സാധനമാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് സാധാ പോലെ തന്നെ ഒരു ഇതുണ്ടല്ലോ, എന്താ ഒരു ലാമ മോഡലല്ല, ലാർജ് ലാംഗ്വേജ് മോഡൽ LLM പോലെയാണ്. അതായത് ഓഡിയോ, ഇമേജ്, വീഡിയോ ഇതെല്ലാം സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ 19 ലാംഗ്വേജ് ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 10 ലാംഗ്വേജ് ഇതിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ചൈനേൻ്റെ ഇപ്പോഴത്തെ പരിപാടി. അതായത് ചൈനേൻ്റെ ആകെ ഡീപ്സീക്ക് മാത്രമാണ് അധികം ഫേമസ് ആയിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ബട്ട് ബാക്കി ഇങ്ങനത്തെ ക്യൂ എന്ന് പറയുന്ന മോഡലൊന്നും അങ്ങനെ എത്തിയിട്ടില്ല ഗൈസ്. അതാണ് അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത്.
Okay, to tackle doctor shortage, the startup is using AI system to assist with the appointments and draft diagnosis. Yep. Oh, ഒരു എ ഐ സിസ്റ്റം, അതായത് ഡോക്ടർമാരുടെ ഷോർട്ടേജ് കാരണം ഈ ഒരു എ ഐ സിസ്റ്റമാണ് എല്ലാം ഇത് മെഡിക്കൽ അപ്പോയിൻമെൻറ്റ്സ് അതേപോലെ ഡ്രാഫ്റ്റ് ഈ ഡയഗ്നോസിസ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അക്കീഡോ ലാബ്സ് എ മെഡിക്കൽ സ്റ്റാർട്ടപ്പ് ഇൻ സദേൺ കാലിഫോർണിയ. അതിൻ്റെ പേര് അക്കീഡോ ലാബ്സ് എന്നാണ്. ഈസ് എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് എ ഐ ടു അഡ്രസ് ഗ്രോയിങ് ഡോക്ടർ ഷോർട്ടേജ്. അമേരിക്കയിൽ ഡോക്ടർ ഷോർട്ടേജ് വളരെ വളരെ കൂടുതൽ ആണ്. ഇറ്റ്സ് property system scope AI use large language model to analyze patient assistant conversation, generate flow of questions and draft diagnose and teaching notes. എൻ്റെ അമ്മോ, ഓ ഇറ്റ്സ് സ്കോപ്പ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇവർ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ നെയിം എന്ന് പറയുന്നത് ആ ഒരു സാധനം വഴിയായിട്ട് ഇതൊരു ലാർജ് ലാംഗ്വേജ് മോഡലാണ് LMO പോലെ തന്നെ. അതായത് ഈ ഒരു പേഷ്യൻറ്റിൻ്റെ കോൺവെർസേഷൻസ് എല്ലാം ഇതിനെ ഇതാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം പേഷ്യൻസിനോട് ചോദിക്കും. പിന്നെ ഡയഗ്നോസിസ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് എല്ലാം ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഡോക്ടർമാരുടെ ഇത് വേണം കേട്ടോ എന്തായാലും, അല്ലാതെ ഒറ്റയ്ക്ക് ഇത് ചെയ്യുമെന്നില്ല. മെഡിക്കൽ visits while licensed doctors later review and approve the recommendations. ഓക്കെ, ഈ ഒരു സാധനങ്ങളൊക്കെ ഈ ഒരു വിസിറ്റ് എല്ലാം കണ്ടക്ട് ചെയ്യും. അതായത് എപ്പം വിസിറ്റ് ഡോക്ടർക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യേണ്ട സാധനമുണ്ടല്ലോ, ആ വിസിറ്റ് എല്ലാം കൂടെ ഇതന്നെ ഇതാക്കിയെടുക്കും. എന്താണ് വിസിറ്റ് എല്ലാം ഇതന്നെ മാനേജ് ചെയ്യും. അതിനുശേഷം എന്താ പറയുക, ഇതിൻ്റെ റിവ്യൂസൊക്കെ ഇതിൻ്റെ ഈ ഒരു AI സിസ്റ്റത്തിൻ്റെ റെക്കമെൻഡേഷൻ ഒക്കെ നല്ലതാണെങ്കിൽ അത് ഡോക്ടർ റിവ്യൂ ചെയ്തിട്ട് അത് അപ്രൂവ് ചെയ്യാനും വളരെയധികം ചാൻസസ് ഉണ്ട്. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇത് കമ്പനീൻ്റെ പേര് അക്കീഡോ ലാബ്സ്, അവരുടെ ആ ഒരു AI സിസ്റ്റത്തിൻ്റെ പേര് സ്കോപ്പ് AI ആണ്. നോക്കാം, അക്കീഡോ ലാബ്സ് ഹെൽത്ത് കെയർ യൂണിവേഴ്സിറ്റി. അതെ, സ്കോപ്പ് ഇതന്നെയല്ലേ ഗൈസ് എൻ്റെ പേര്. ജാലകാറിയ അതന്നെ സ്കോപ്പ് AI സോഫ്റ്റ് ദാറ്റ്. ഓ ഇതാണ് അക്കിഡോ ലാബ്സിൻ്റെ ആ ഒരു സ്കോപ്പ് AI എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം. ഇന്ത്യയിലേക്കൊക്കെ അതും വരേണ്ടിയിരിക്കുന്നു. ഇതെന്തുവാ, ആ ഇങ്ങനെയൊക്കെയാണല്ലോ. ഇൻ്റർഫേസ് ഒന്നും അത്ര പോരാ കേട്ടല്ലോ. ഗ്യാസ്ട്രോഫെറേസിസ്, ഗ്യാസ്ട്രോസ്റ്റോസിസ്, ഡൈഫസിയ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങള് ഇൻ്റർഫേസ്. ഇതാണ് അവന്മാരുടെ ചാമാനം. ചാമാനം എന്തായിരുന്നു സ്കോപ്പ് AI എന്ന് പറയുന്നത്. അവിടുത്തെ ഡോക്ടേഴ്സിനെല്ലാം ആക്ച്വലി വളരെ ഇതായിരിക്കും. Where are the hundreds of billions in AI data centers money goes to? എവിടേക്കാണ് ഈ മണിയൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്? ടെക് ജയൻസ് ഹാവ് ഇൻവെസ്റ്റഡ് നിയർലി എൻ്റെ അമ്മ $700 ബില്യൺ ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടി മാത്രമേ ഇവന്മാർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എൻവിഡിയ ഞാൻ പറഞ്ഞില്ല ഈ അടുത്ത്, അതായത് ഓപ്പൺഎഐയിൽ ഏകദേശം 100 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് 80 ബില്യൻ്റെ ഡാറ്റാ സെൻറ്റേഴ്സാണ് അവന്മാർ ഇതാക്കിയേക്കുന്നത്. അതിനകത്ത് ഏകദേശം ആരൊക്കെയാണ്? എൻവിഡിയ, അതിനകത്ത് ഫസ്റ്റ് വരുന്നത് എൻവിഡിയ ഓപ്പൺഎഐ പാർട്ട്ണർഷിപ്പാണ്. അത് 10 GW ഇഷ്ടംപോലെ GPUs വേറെ ഓപ്പൺഎയും പിന്നെ ഒറാക്കിളും അതും ഉണ്ടായിരുന്നു. 4.5 GW. പിന്നെ മെറ്റ ഹൈപ്പേർഷൻ, മെറ്റേൻ്റെയാണ് മെറ്റ പ്രൊമോത്തേഴ്സ് 1 GW. XAI പ്രോസസ് 0.3 GW. XAI പ്രോസസ് 2 1.0. ആമസോൺ ആന്ത്രോപിക് പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് 2.2 GW. മൈക്രോസോഫ്റ്റ് ഫെയർ വാട്ടർ. ഈ 700 ബില്യൻ്റെ കളിയെ ഇതെന്തുവാ? plans to invest $100 billion in backing a 10 GW data center project. എൻ്റെ അമ്മ, enough to power 8 million American homes in a day.
8 million American. Oof, build out house between 4 and 5 GPs. 4 to 5 മില്യൺ GPs ആണ് ഇവർ ഈ ഒരു സാധനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ലൊക്കേഷനാണ് എൻ്റെ അമ്മ. അത്രയും GPs കൊണ്ടാണ് ഇവന്മാർ കളി കളിക്കാൻ പോകുന്നത്. 10 GW ഡാറ്റ സെന്റർ. Stargate is a OpenAI Oracle and software. ഈ സ്റ്റാർഗേറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിൽ ആരൊക്കെ ഓപ്പൺ ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്, സോഫ്റ്റ് ബാങ്ക് ഉണ്ട്. 4.5 GW AI സെന്ററാണ് ടെക്സാസിൽ അവർ ആക്ച്വലി പ്ലാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദ പ്രൊജക്ട് ഈസ് ഡിസൈൻഡ് ഹൗസ്. 2 മില്യൺ GPs ആണ് അടുത്ത 4 years കൊണ്ട് അവന്മാർക്ക് വേണം. ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി അവർക്ക് ആവശ്യമുള്ളത്. ഹൈപ്പോഷൻ സിറ്റി സൈസ്ഡ് ഡാറ്റ സെന്റർ ദാറ്റ് ഇസ് ഇനിഷ്യലി സ്കെയിൽ അപ്പ് ടു 5 GW. എൻ്റെ അമ്മ, ഒരു സിറ്റി രീതിയിലുള്ള ഒരു ഡാറ്റ സെന്റർ ആണ് അവന്മാർ മെറ്റേൻ്റെ ഒക്കെ ഉണ്ടാകാൻ പോകുന്നത്. അതിന് അവർ ഏകദേശം 5 GW വരെ ആ ഒരു ഡാറ്റ സെന്റേഴ്സിൻ്റെ ക്യാപ്പബിലിറ്റി അവരിങ്ങനെ ഇൻക്രീസ് ചെയ്യും. The largest AI facilities ever built, though its true cost is uncertain. It estimated ranging between 10 to 50 ബില്യൺ ആണ് ആ ഒരു ചെറിയൊരു ഡാറ്റ, ചെറിയതല്ല സോറി, അമ്മാതിരി വലുപ്പമുള്ള ഡാറ്റ സെന്റേഴ്സിന് വേണ്ട. കോസ്റ്റ് ഡാറ്റ സെന്റർ ജസ്റ്റ് എൻ്റെ അമ്മോ, അവർ 122 ദിവസം കൊണ്ട് ആ ഒരു പ്രോസസ് എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ സെന്റേഴ്സ് അവർ ഇതാക്കി തീരും. അതേപോലെ തന്നെ അത് 1 മെഗാവാൾട്ടാണ് അതിൻ്റെ കമ്പ്യൂട്ടിംഗ് പവർ എന്ന് പറയുന്നത്. മറ്റേത് 10, ഇതൊന്ന് 5. എക്സ്പാൻഡ് 2,30,000 GPs ആണ് അവന്മാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ, അതായത് ഈ ഒരു XAIൻ്റെ ഒരു ഡാറ്റ സെന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3 ബില്യൺ വരും ഈ ഒരു ചെറിയൊരു സാധനത്തിന് തന്നെ. എന്നിട്ടാണ് ഈ ഒരു XAI റൺ ചെയ്യാനാണ് ആക്ച്വലി ഇവർ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് മേജർ ഡാറ്റ സെന്റർ റൈസിംഗ് സൗത്ത് മെംഫിസ് ഈസ് കറന്റ് അണ്ടർ കൺസ്ട്രക്ഷൻ. അതും കൺസ്ട്രക്ഷൻ ആണ്. ക്ലോസസ്റ്റ് എന്ന് പറയുന്നത് ഡിസൈൻ ടു ഡെലിവർ 5,50,000 GPs ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കി കിട്ടുന്നത്. അതായത് ഇത്രയും ഡാറ്റ സെന്റേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പാടില്ല, ഇത്രയും ഡാറ്റ സെന്റേഴ്സ് ഇനിയുണ്ട്. പ്രോജക്റ്റ് റെയിനിയർ ഇൻ ഇന്ത്യ ഈസ് ആൻ 30 സെന്റർ ക്ലസ്റ്റർ പവർഡ് ബൈ ആമസോൺസ് ടൈറ്റാനിയം ട്യൂബ് ചിപ്സ്. ആമസോണിൻ്റെ തന്നെ ടൈറ്റാനിയം ട്യൂബ് ചിപ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഡെലിവറി 2.2 GW ആണ് ഉണ്ടാകുന്നത്. ആന്ത്രോപിക് അതായത് ജെഫ്രോസ് ആക്ച്വലി ആന്ത്രോപിക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ ആമസോണിൻ്റെ ടൈറ്റാനിയം ട്യൂബ് ചിപ്സ് ഇവർ യൂസ് ചെയ്യുന്നത്. ഫെയർ വാട്ടർ ഇൻ വിൻസ്കോസിൻ ഈസ് 7.3 ബില്യൺ മൈക്രോസ് ഡാറ്റ സെന്റർ equipped with hundreds of thousands of NVIDIA GPUs. അതിൻ്റെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് 7.3 ബില്യൺ ആണ്. എൻ്റെ അമ്മ, ഇത്രയും വലിയ സാധനം. അതായത് ആക്ച്വലി ഇവരിപ്പം മൈക്രോസോഫ്റ്റ് ആക്ച്വലി അവരുടെ ചിപ്പ് സെറ്റുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ NVIDIA എടുക്കുന്നത്. അവർ സ്വന്തമായിട്ട് ഒരു ചിപ്പ് സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതിന് 2026-27 ആയിരിക്കും അത് ഇറങ്ങുന്നത്. അതുവരെ എങ്ങനെയാണെങ്കിലും NVIDIA തന്നെ അവരെങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഇത്രയും ഡാറ്റ സെന്റേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ ഇതിനെല്ലാം ചിപ്പ് സെറ്റ് വേണം. ഇപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ സാധനം എന്ന് പറയുന്നത് NVIDIAൻ്റെ GPUs ആണ്. ഏറ്റവും കമ്പാരിറ്റീവ് ഏറ്റവും കിടിലൻ സാധനം എന്ന് പറയുന്നത്. വേറെ ബാക്കി AMDൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്ര ഒരു സെറ്റപ്പ് അല്ല. പിന്നെ ചൈനയിൽ നമുക്ക് ഇമ്പോർട്ടൊന്നും നടക്കില്ല. എങ്ങനെയാണെങ്കിലും അമേരിക്കയിലെ ചിപ്പ് സെറ്റുകൾ മാത്രം. ഇത്രയധികം ഡാറ്റ സെന്റേഴ്സ്, അതിനകത്ത് 700 ബില്യണോളം വരുന്ന ഡാറ്റ സെന്റേഴ്സ് പ്രൊജക്റ്റുകൾ, അതിനകത്ത് ഇഷ്ടംപോലെ GPUs വേണം. ആ GPUs എല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ടത് NVIDIA ആണ്. അതാണ് 4 ട്രില്യൻ്റെ മുകളിൽ ഇവന്മാർക്ക് ഇത്രയധികം വാല്യൂഷൻ. NVIDIAക്ക് ആക്ച്വലി വാല്യൂഷൻ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തൊക്കെ മാറ്റമാണ് ഗൈസ്. അപ്പം ഗൈസ് എല്ലാവർക്കും നന്ദി, നമസ്കാരമുണ്ട്. നമുക്കിനി നാളെ பார்க்கலாம். നാളെ ശനിയാഴ്ചയാണ്. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് നൈറ്റ്.